ഒരു സംഭവം ഞാൻ പറയാൻ വിശ്വാസികളുടെ സഹാബികൾ ഉണ്ടായ ഒരു സംഭവം നമ്മെ അത്ഭുതപ്പെടുത്തി പോകും. അത്രയും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു യതീമായ ഒരു കുട്ടി വന്നു. യതീമാണ്, അവനൊരു തോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, എന്റെ തോട്ടത്തിന് ചുറ്റും ഒരു മതിൽ പണിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് മതിൽ പണിയായിരുന്നു. അപ്പൊ ആ മതിൽ പണിയുമ്പോൾ ആ ഈന്തപ്പനയുടെ ചുറ്റും കൃത്യമായി മതിൽ പണിയാൻ അപ്പുറത്തെ ആളുടെ തോട്ടത്തിലെ ഒരു ഈന്തപ്പന മരം എന്നിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൂടി എനിക്ക് ലഭിക്കുകയാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ തോട്ടം കൃത്യമായി എനിക്ക് മതിൽ പണിയാം. അതൊന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് റസൂലെ നിങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ വ്യക്തിയെ വിളിച്ച് പറഞ്ഞു, അയാൾ ഒരു മുനാഫിഖായിരുന്നു, മറ്റേ വ്യക്തിയെ വിളിച്ച് പറഞ്ഞു, നീ അത് അവന് കൊടുത്താളെ, അവര് ഒരു യതീമായിട്ടുള്ള ആളല്ലേ, അവനത് കൊടുത്താളെ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ കൊടുക്കില്ല പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വർഗം കിട്ടും, നീ അത് കൊടുക്കുമെന്ന് പറഞ്ഞു. നിനക്ക് സ്വർഗം കിട്ടും, നീ അത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കില്ല, എനിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ സദസ്സിലുണ്ടായിരുന്ന അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഈ സംസാരം കേട്ടിട്ട് നേരെ പോണ ആളോട് പറഞ്ഞു, നിനക്ക് ആ ഒരു ഈന്തപ്പന മരം എനിക്ക് തരാൻ പറ്റുമോ? എന്റെ ഈന്തപ്പന മരം തോട്ടമുണ്ട്, അതിനകത്ത് വീടുണ്ട്, നല്ല വെള്ള സൗകര്യമുണ്ട്, ഇതൊക്കെ ഞാൻ പകരം തരാം, ആ ഈന്തപ്പന മരം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് സന്തോഷമായി, കാരണം ഒരു ഈന്തപ്പന മരം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, റസൂലെ, ആ യതീമായ കുട്ടിക്ക് ഞാനിതാ ഈ ഈന്തപ്പന മരം ഞാനിതാ വാങ്ങിയിട്ടുണ്ട്, അത് ആ കുട്ടിക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ആ കുട്ടിക്കുള്ളതാണ്, ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അബൂദഹ്ദാന്റെ തോട്ടത്തിന്റെ നടുവിൽ വീട്ടിലാണ് താമസം. വീട്ടില് ഭാര്യയുണ്ട്. ഭാര്യയുടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, ഉമ്മു ദഹ്ദാഹിനോട് പറഞ്ഞു, ഞാന് നമ്മുടെ ഇത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ കൊടുത്തു പറഞ്ഞു, എത്ര വില കിട്ടിയോ? പകരം സ്വർഗ്ഗാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. പകരം സ്വർഗ്ഗാണ് കിട്ടിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദഹ്ദാഹി വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദഹ്ദാഹിന് സ്വർഗ്ഗത്തിൽ എത്ര ഈന്തപ്പന മരങ്ങളാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. പകരം സ്വർഗ്ഗാണെന്ന് പറഞ്ഞു. ആ ഭാര്യ പറഞ്ഞ വാക്കെന്താ അറിയോ? റബിഹത് തിജാറ യാ അബൂ ദഹ്ദാഹ്, അബൂ ദഹ്ദാഹ്, എന്ത് ലാഭമുള്ള കച്ചവടമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിച്ചു നോക്കി, സ്വർഗമുണ്ട് എന്നറിയുമ്പോൾ, സ്വർഗം ലഭിക്കുമെന്നറിയുമ്പോൾ മറ്റ് എത്ര ഇഷ്ടപ്പെട്ട വില പിടിച്ചൊരു കാര്യവും അതിന് രണ്ടാമത്തെ ഒരു സ്ഥാനം കൊടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ സ്വർഗത്തിൽ അത്ര ദൃഢമായ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ സ്വർഗത്തിലെ ദൃഢമായ ബോധം ഖൽബിൽ ഉറക്കുന്നതുകൊണ്ടാണ്.